ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും മാമൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആട്ടോ വീഡിയോയിലുള്ളത്. ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അരച്ച് വെച്ചിട്ട് കുറച്ച് ഒരു 7-8 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമല്ലേ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല, അരച്ച പാടെ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അരി കുതിർക്കാൻ വേണ്ട സമയം മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. നെയ്യപ്പത്തിന് കലക്കി വെച്ചതാണ് കേട്ടോ. ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളേർക്ക് ഉണ്ണിയപ്പം വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. രണ്ടിനും ഒരു കൂട്ട് തന്നെയാണ്. പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, ചൂടോടെ കഴിക്കാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയത്. 1.25 കപ്പ് പച്ചരി മാത്രമേ എടുത്തിട്ടുള്ളൂ. നെയ്യപ്പം ഉണ്ടാക്കാനുള്ള പച്ചരി 5 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ തേങ്ങായും 2.5 ടേബിൾ സ്പൂൺ ചോറും പിന്നെ 2.5 ടേബിൾ സ്പൂൺ മൈദയും. 1.25 കപ്പ് അരിക്ക് 2.5 ടേബിൾ സ്പൂൺ ആട്ടോ ഇത് മൂന്നും എടുക്കുന്നത്. തേങ്ങായും ചോറും മൈദയും 2.5 ടേബിൾ സ്പൂൺ മതിയേ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 4 ഏലക്ക, ഒരു നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇളം ചൂടുള്ള വെല്ലം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. വെല്ലം വല്ലാതെ തണുത്ത് പോകാൻ പാടില്ല, അതുപോലെ ഭയങ്കര ചൂടും ആവാൻ പാടില്ല. ഇളം ചൂടേ ഉള്ളൂ കേട്ടോ, ചൂട് കൂടരുതേ, എണ്ണ കുടിക്കും നെയ്യപ്പം. അതുകൊണ്ട് ഇളം ചൂട് മതി. മൈദ അരിച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം തേങ്ങായും ഏലക്കായും ജീരകവും ഉപ്പും ചോറും എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണേ. വല്ലാതെ അരഞ്ഞു പോകാൻ പാടില്ല. റവയ്ക്കൊക്കെ ഉള്ള പോലത്തെ തരി വേണം കേട്ടോ, ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെല്ലം ഉരുക്കി വെച്ചേക്കുന്ന അരിച്ചൊഴിക്കുക. ആദ്യം ഒന്ന് അരച്ചിട്ട് ബാക്കി ഒഴിക്കാം. ഇതുപോലെ തരി വേണം അരച്ചെടുക്കുമ്പം. ഇനി അരച്ച മാവ് പാത്രത്തിലേക്ക് ഒഴിക്കുക. വെല്ലം നമുക്ക് മധുരം എത്രയും വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ കുറച്ച് ശർക്കര കൂടുതൽ ഉരുക്കിയത് കാപ്പി വെക്കാനും കൂടി ആട്ടോ, ശർക്കര കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ വറുത്ത് വെച്ചേക്കുന്ന എള്ളും തേങ്ങായും എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് നെയ്യും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ, ഇത് വെക്കുന്നൊന്നുമില്ല. ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുത്തേക്കുന്നത്. നെയ്യപ്പം ഉണ്ടാക്കുമ്പം അടിഭാഗം കുറച്ച് വെന്തിട്ടേ മറിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ മാവ് പൊട്ടി പുറത്തേക്ക് വരും കേട്ടോ. പിന്നെ ഒഴിച്ച പാട കണ്ടില്ല, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ 3 നെയ്യപ്പം ഉണ്ടാക്കിയുള്ളൂ, ബാക്കി ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയത്. ഞാൻ ഒരു നുള്ള അപ്പക്കാരവും ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഒരു നുള്ള അപ്പക്കാരവും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ തീയുടെ ചൂട് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് ചൂട് കൂടിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ട് പോയത്. ചൂടൊരു പരുവത്തിന് വേണം നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ശരിയായിട്ട് വരത്തില്ല. ചൂട് കൂടിപ്പോയാൽ തീ ഒന്ന് ഓഫാക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓണാക്കിയിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയാൽ മതിയേ. അതിൽ ഒരെണ്ണം എനിക്കറിയാം, കാക്കേൻ്റെയും കുറുക്കിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും. കുഞ്ഞിപ്പെണ്ണ് പറയുന്ന നെയ്യപ്പത്തിൻ്റെ ഒരു കഥ എനിക്കറിയാം എന്നൊക്കെയാണ് കേട്ടോ. കണ്ടോ, നെയ്യപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. പിന്നെ നെയ്യപ്പം അങ്ങനെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലല്ലോ, ഒരു ഇച്ചിരി ഹാർഡായിട്ടും കൂടെ ഉള്ള രീതിയിലാണല്ലോ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് ജ്യൂസ് അടിക്കാനും തിന്നാനും, കുറച്ച് ജ്യൂസ് അടിക്കാനും കുറച്ച് തിന്നാനും. ജ്യൂസ് ആക്കാൻ കുറച്ച് മുന്തിരി ചേട്ടായി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് തിളപ്പിച്ച് ജ്യൂസ് ആക്കുന്നത്. നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് കുടിച്ചേച്ച് പിന്നെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാട്ടിക്കൂടെ ആ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് കുറേ കാട്ടാടിനെയും മയിലിനെയും മാനിനെയും ഒക്കെ കണ്ടായിരുന്നേ. നോക്കുന്നുണ്ട്, ചെറുതല്ലേ. മയിലിനെ ഞാൻ കണ്ടില്ല. മയിലവിടെ, അവിടെ കുറേ മാനുണ്ട്. മാനുള്ളിടത്താ
ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മാൻചെള്ളിൻ്റെ സമയം കേട്ടോ. മാൻചെള്ള് നമ്മുടെ ദേഹത്ത് കടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പനിയൊക്കെ വരും, ഓരോ അസുഖങ്ങളൊക്കെ വരും. സൂം ചെയ്യുമ്പോൾ ക്ലിയർ കുറവാണ്. ഞാൻ കുറേ ദൂരെ നിന്ന് അനങ്ങാതെ നിന്നാ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അനങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കാട്ടിലേക്ക് കയറിപ്പോകും. ഇപ്പം ഞാൻ അനങ്ങുന്ന കണ്ടതിനാണ് കയറിപ്പോയത്. നമ്മുടെ ഇവിടെയൊക്കെ മാൻചെള്ളൊക്കെ ചെവിയിലൊക്കെ പോയിട്ട് അത് ചെവിയുടെ ഉള്ളിൽ പെറ്റുപെരുകയും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പനി മാത്രമല്ല, ഇതിങ്ങനെ ദേഹത്ത് എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് പെറ്റുപെരുകിയാലും പ്രശ്നമാണ്. കാട്ടിൽ പോകുന്നവരെയും കാടിനോട് അടുത്ത് താമസിക്കുന്ന ആൾക്കാരെയൊക്കെ മാൻചെള്ള് കടിച്ചിട്ടുള്ളവരായിരിക്കും. ഞങ്ങളെല്ലാവരെയും മാൻചെള്ള് കടിച്ചിട്ടുണ്ട് കേട്ടോ. പനി വന്നിട്ടുമുണ്ട്, പനി വരാതിരുന്നിട്ടും ഒക്കെ ഉണ്ട്. ഈ കാട്ടിൽ നിന്നുള്ള മാന കേട്ടോ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ രാത്രിയാകുമ്പോൾ ഒരു ജാഥ പോലൊക്കെ പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ലേ രാത്രിയാകുമ്പോൾ മാനൊക്കെ പോകുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്. കുളത്തിൽ നിറച്ച് ആമ്പലൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർ വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ ഒരു കുളം. കാടാണെങ്കിലും ഇഷ്ടം പോലെ ബസ്സും പിന്നെ ആൾക്കാരും പശുവിനെ തീറ്റാൻ വന്നവരും അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഈ ഒരു സ്ഥലത്ത് എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ വണ്ടി നിർത്താൻ പാടില്ല. അവിടെ അത്ര സേഫായിട്ടുള്ള സ്ഥലവുമല്ല. ഇവിടെ കണ്ട കുറേ ആമ്പലുണ്ട്. നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം വേനൽക്കാലമൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. പക്ഷേ നല്ല ചെളിയുള്ള കുളമാണ്. കാലെങ്ങാനും കുത്തി പോയിട്ടുണ്ടെങ്കിൽ താണു പോകും. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ കാട്ടിക്കൂടെയുള്ള യാത്രയൊക്കെ ഭയങ്കര പേടിയായിരുന്നേ. പക്ഷേ ഇപ്പോൾ 10-17 കൊല്ലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഒരു ശീലമായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കാട്ടിക്കൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ കാട് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ കാട്ടിൽ കൂടെ പോയല്ലേ പറ്റത്തുള്ളൂ. കാടല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്തെങ്കിലും ഒന്ന് എവിടെയായാലും ഉണ്ടാവും. പിന്നെ ഇത് രണ്ടും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. സന്ധ്യയായി തുടങ്ങി. ഇനിയിപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. ഞങ്ങൾ പറയാതെയാണ് പോകുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ വിളിച്ചിട്ട് ചെല്ലണം, പറഞ്ഞിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് പറയാതെ കേട്ടോ അങ്ങോട്ട് പോയത്. ഇത് വടക്കനാടാണ് കേട്ടോ. മാമൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. ഉണ്ട്. മാമൻ്റെ വീട്ടിലേക്കുള്ള കാട്ടിക്കൂടെയുള്ള വഴിയാട്ടോ. നല്ല റോഡൊന്നുമല്ല, കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയാണ്. സന്ധ്യ ആയാലും ഇതിലേക്കൂടെ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്ന വഴി തന്നെയാണ്. ആനയുണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷേ ആനയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കാടിൻ്റെ ഉള്ളിലൊക്കെ നായ്ക്കന്മാർ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ പണ്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിട്ടുള്ളതാണ്. ചേട്ടയുടെ അമ്മച്ചിയുടെ തറവാട് വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ 2 മാമന്മാരും പിന്നെ അമ്മച്ചിയുടെ അനിയത്തിയും താമസിക്കുന്നുണ്ട്. ഇപ്പം തറവാട് വീടൊന്നുമില്ല, എല്ലാവരും അടുത്തടുത്താണെങ്കിലും വേറെ വേറെ വീടുകളൊക്കെ വെച്ച് താമസിക്കുക കേട്ടോ. വീടിൻ്റെ അടുത്തെത്തി. അന്നേരം അക്കു പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വണ്ടി വരുന്ന വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. അതവിടെ വീടുകളൊക്കെ കണ്ടോ, വീടുകളും ലൈറ്റുകളും ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാനും അക്കുവും കൂടെ ഇറങ്ങി ഇപ്പോൾ നടക്കുക കേട്ടോ. ചേട്ടായിയും കുഞ്ഞിപ്പെണ്ണും കൂടെ മുമ്പിൽ പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചേട്ടായിയുടെ അമ്മച്ചിയുടെ തറവാട് വീട് ഇവിടെ ആയിരുന്നത് കൊണ്ട് ചേട്ടായി ജനിച്ച സ്ഥലവും പിന്നെ ചേട്ടായി കളിച്ചു വളർന്ന സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ ഈ പരിസരമൊക്കെ. മാമൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ അവിടുന്ന് കുറച്ച് തക്കാളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ നടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് ഇതിൻ്റെ കുറച്ച് ചെറുതല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ വിത്തെടുത്ത് ഉണക്കി പാകി തൈയാക്കിയൊക്കെ എടുക്കണം. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ. ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മന്തിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് ഞായറാഴ്ച സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.